ഭാഷാ വിവാദത്തിൽ ബി.ജെ.പിയോട് തുറന്ന യുദ്ധപ്രഖ്യാപനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ മറ്റൊരു ഭാഷാ യുദ്ധത്തിനു കൂടി തമിഴ്നാട് തയ്യാറാണെന്നാണ് സ്റ്റാലിൻ പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടെയാണ് സ്റ്റാലിന്റെ ഈ പ്രതികരണം. ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നേരത്തെയും ശക്തമായ പ്രതിരോധം ഉയർത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തിൽ പറയുന്നത് ഹിന്ദി സംസാര ഭാഷയല്ലാത്ത സംസ്ഥാനങ്ങളിൽ അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷ്, ഹിന്ദി എന്നിങ്ങനെ 3 ഭാഷകൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കണം എന്നാണ്. എന്നാൽ ഈ നീക്കത്തെ തമിഴ്നാട് ശക്തമായി തന്നെ എതിർക്കുകയാണ്. സംസ്ഥാനത്ത് തമിഴ്, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ പഠിപ്പിക്കുന്നത് തുടരുമെന്നും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ബി.ജെ.പി. സർക്കാരിന്റെ നീക്കം അനുവദിക്കില്ലെന്നുമാണ് സ്റ്റാലിൻ നയിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടിയുടെ തീരുമാനം. 1965 സമാന നീക്കമുണ്ടായപ്പോൾ DMK ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തെ തടയുകയും ചെയ്തിരുന്നു. അതേസമയം സ്റ്റാലിന്റെ പ്രതികരണത്തെ വിമർശിച്ച് തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ രംഗത്ത് വന്നു. ഭാഷാ നയത്തിന്റെ കാര്യത്തിൽ DMKയുടേത് ഇരട്ടത്താപ്പ് ആണെന്നാണ് അണ്ണാമലൈ കുറ്റപ്പെടുത്തിയത്. മൂന്നാമത് ഒരു ഭാഷ പഠിക്കുന്നതിന് ഒരു തടസ്സവുമില്ലെന്ന് സ്റ്റാലിൻ പറയുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു ഭാഷ പഠിക്കണമെങ്കിൽ DMK നേതാക്കൾ നടത്തുന്ന CBSE സ്കൂളുകളിലോ മെട്രിക്കുലേഷൻ സ്കൂളുകളിലോ കുട്ടികളെ ചേർക്കണമെന്നാണോ എന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ അണ്ണാമലൈ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് 10,000 കോടി രൂപ ഫണ്ട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താലും തമിഴ്നാട്ടിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് എം.കെ. സ്റ്റാലിൻ തുറന്നടിച്ചിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് ഹിന്ദി അടിച്ചേൽപ്പിക്കൽ വിഷയത്തിൽ മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ഭാവിയിലും സാമൂഹിക നീതി വ്യവസ്ഥയിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് നിരവധി ഘടകങ്ങളുണ്ടെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പട്ടികജാതി, പട്ടികവർഗ, BC വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നൽകി വരുന്ന സാമ്പത്തിക സഹായം നിഷേധിക്കുന്നതിന് പുറമെ 3, 5, 8 ക്ലാസുകൾക്ക് പൊതുപരീക്ഷകൾ നടത്താനും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിന് പൊതുപ്രവേശന പരീക്ഷ ഏർപ്പെടുത്താനും NEP നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിൽ നയം നടപ്പിലാക്കുന്നതിനെ കുറിച്ചും NEPയിലെ ത്രിഭാഷാ ഫോർമുലയെക്കുറിച്ചുമുള്ള തർക്കം വളരെ ഗുരുതരമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. തമിഴ്നാട് NEP നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ സമഗ്ര ശിക്ഷ അഭിയാന 2,000 കോടി രൂപ തടഞ്ഞുവെക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഭീഷണിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു.